ഹായ് ഡിയർ ഓൾ. എൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ അലാം ഓഫ് ചെയ്ത കൈ അങ്ങനെ തന്നെ വെച്ച് ഉറങ്ങി നേരം പോയി. ചാടി എണ്ണീറ്റ് ബെഡൊക്കെ വൃത്തിയാക്കി പെട്ടെന്ന് പ്രെയറും മറ്റു മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഒറ്റ ഓട്ടം. വെള്ളം തിളപ്പിക്കുന്നതാണ് ആദ്യത്തെ പണി. അത് കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി പണികൾ. രാവിലെ കുത്തിരിപ്പുട്ടാണ് തയ്യാറാക്കിയത്. കൂടെ പയറും പപ്പടവും പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നത്തെയും പോലെ. ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു ശബ്ദം കേട്ടത്. പോയി നോക്കിയപ്പോൾ അവിടെ എൻ്റെ ചെടിച്ചട്ടികളിലെ മണ്ണിളക്കി കളകളൊക്കെ പറിച്ചു കളയുന്നതാണ് കണ്ടത്. ഇങ്ങനെയൊന്നും സംഭവിക്കാറുള്ളതല്ല. ചട്ടികൾ ഉയർത്തി വെച്ചിരിക്കുന്നത് കാരണം താഴെ നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മുകളിൽ കയറിയതാണ്. പിന്നെ ഞാനും കൂടെ കൂടി. വീണ്ടും കിച്ചണിലേക്ക്. പാവയ്ക്ക ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് മെഴുക്കുപുരട്ടി വെച്ചു. പിന്നെ മുരിങ്ങയിലക്കറിയും. പിന്നെ രാവിലത്തെ പയറുതോരൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അത് മതിയെന്ന് വെച്ചു. അപ്പോൾ ഊണ് വിളമ്പിയാലോ? അങ്ങനെ ഇന്നത്തെ വലിയ നോമ്പിലെ ഉച്ചയൂടിന് പാവയ്ക്ക മെഴുക്കുരട്ടിയും പയറുതോരനും അച്ചാറും മുരിങ്ങയിലക്കറിയും പിന്നെ ഒരു പപ്പടവും. പക്ഷേ ഈ പപ്പടം ഞാനൊരു ഭംഗിക്ക് വെച്ചതാണ്. രാവിലെ ഒരെണ്ണം കഴിച്ചിരുന്നു, അതുകൊണ്ട് ഇനിയും വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്കും നല്ല മഴക്കോളുമായി. മഴ ചാറി തുടങ്ങി. ചെടികൾക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ടോ എന്നറിയാൻ മുറ്റത്തേക്ക് പോയി നോക്കിയപ്പോഴേക്കും മഴയും നിന്നു. രാവിലെ മണ്ണിളകി വളമിട്ട ചെടികൾക്കൊക്കെ നല്ല മഴ കിട്ടുമല്ലോ എന്നോർത്ത് ആ സന്തോഷത്തിലാണ് പോയി നോക്കിയത്. പിന്നെ വേഗം ബാക്കി പണികളൊക്കെ തീർത്തു. പിന്നെ കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. 4 മണിക്ക് ചായയ്ക്ക് പകരം ഷേക്കാണ് തയ്യാറാക്കിയത്. ആപ്പിൾ ബനാന മിൽക്ക് ഷേക്ക്. പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സും വളരെ ചെറിയ 2 പഴവും ആണ് ആഡ് ചെയ്തത്. പിന്നെ 6-7 കുതിർത്ത കാഷ്യൂസും. ആവശ്യമെങ്കിൽ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞെടുക്കാം, പക്ഷേ ഞാൻ കളഞ്ഞില്ല. ആദ്യം ആപ്പിൾ കഷ്ണങ്ങളും ഡേറ്റ്സും പഴവും കാഷ്യൂസും നന്നായി അടിച്ചെടുത്തു. അതിലേക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന പാലും ചേർത്ത് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു. അങ്ങനെ ആപ്പിൾ ബനാന മിൽക്ക് ഷേക്ക് റെഡി. അതും ആസ്വദിച്ച് കുടിച്ച ശേഷം പുറത്തേക്കിറങ്ങി. കുറച്ച് പണികളുണ്ട്. ഇതാണ് നമ്മുടെ കറിവേപ്പിൻ തോട്ടം. ഇലകളെല്ലാം കേടുവന്നപ്പോൾ കട്ട് ചെയ്തതാണ്. വീണ്ടും കിളിർത്തു വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൂവ് നല്ല മണമാണിതിന്. ഇതെൻ്റെ ചിക്കു ട്രീ. കായ്കളുണ്ടാകുമെങ്കിലും ഒന്നും കിട്ടത്തില്ല. ഇത് കണ്ടില്ലേ, എന്തോ കടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഇന്ന് അടർത്തിയതാണ്. കുറച്ചുകൂടി പഴുക്കട്ടെ, ചിക്കു ഷേക്ക് ഉണ്ടാക്കാമെന്നിട്ട്. അപ്പോഴേക്കും പണി അവിടെ തുടങ്ങിയിരുന്നു. കുഴിയെടുക്കൽ പണി. കുറച്ച് മുളക് തൈകൾ വെയിൽ കൊണ്ട് ചുക്കി ചുളിഞ്ഞു നിൽക്കുന്നു. അതൊന്നും മാറ്റി നടണം. അതിനാണ് ഈ കുഴികൾ എടുക്കുന്നത്. അതെല്ലാം നട്ട് വെള്ളവും ഒഴിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് പണിക്കാണോ പുറത്തിറങ്ങിയത്, ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഇഞ്ചി നടുന്നതിന്. വലിയ വിശാലമായിട്ടൊന്നുമല്ല, വീട്ടാവശ്യത്തിന് മാത്രം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇഞ്ചിയെല്ലാം കുഴിച്ചു മൂടി. ചാണകപ്പൊടിയും പിന്നെ അവിടെ കിടന്ന കരിയിലയും എല്ലാം കൂടി ഇട്ട് സെറ്റാക്കി.